എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നടത്തിയതാ. അവൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കട്ടെ. കൊലോസ്യർ 3:2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, സ്വർഗീയ മനുഷ്യനായിരിക്കാൻ തക്കണം, സ്വർഗീയ വ്യക്തിയായിരിക്കാൻ തക്കണം. ആമേൻ. ഈ വാക്യം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളാണ് ഭൂമിയിലുള്ളതാണ്. സ്വർഗീയമായതിനെ കുറിച്ച് നാം ചിന്തിക്കാറില്ല. ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, നാം എങ്ങനെ സമ്പാദിക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാ, ഏതെല്ലാം വിഷയം നാം ഈ ഭൂമിയിലുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. പകലെല്ലാം നാം ഭൂമിയിലുള്ള വിഷയത്തിന് വേണ്ടിയാണ് ഓടി നടക്കുന്നത്. രാത്രിയിൽ നമുക്ക് അധിക സമയം ദൈവസന്നിധിയിൽ ചെലവിപ്പാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നാം ഓടുകയാണ്, അധ്വാനിക്കുകയാണ്, ബന്ധപ്പെടുകയാണ്. എന്തെല്ലാം ചെയ്തിട്ടും ഉയരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. കാരണം നാം ഉയരത്തിലുള്ളതല്ല ചിന്തിക്കുന്നത്, ഭൂമിയിലുള്ളതാണ്. പലരും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഭൂമിയിലുള്ളത് ചിന്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി പലരും ദൈവത്തിൽ അകന്നു പോയതായി നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായി ലോകത്തിലുള്ളതിലേ നോക്കി അവൻ മുൻപോട്ട് പോയി. എന്നാൽ അവനും അവൻ്റെ കുടുംബവും ദുഷ്ടന്മാരോടുകൂടെ നശിച്ച് പോകാമായിരുന്നു. എന്നാൽ അവന് വേണ്ടി അവൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അബ്രഹാം ഇടിവിൽ നിന്നതിനാൽ സോദോമിൽ നിന്ന് അവനെ വിടുവിച്ചതായി നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം ലാസ്റ്റ് വാക്യം നാം നോക്കുമ്പോൾ അബ്രഹാം തൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു പക്ഷേ പറഞ്ഞാണ്, മക്കളെ, നമുക്കിവിടെ വലിയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ നമുക്ക് ഒരു വലിയ സമ്പത്തുണ്ട്, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്ക് എന്ന് പറഞ്ഞ് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ തക്കൊണ്ടും പഠിപ്പിച്ചു. അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. ദൈവമക്കളെ, നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ അകത്ത് പോകാതെ കൊണ്ടും നമുക്ക് ഓരോ ദിവസം സ്വർഗീയ നന്മകളെ, സ്വർഗീയ വാഗ്ദത്തങ്ങളെ അവരെ പറഞ്ഞ് അവരെ ബലപ്പെടുത്തി ദൈവത്തിന് ഉറപ്പിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും എന്ന് തിരുവചനം പറയുന്നു. നാം ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലികൾക്ക് വേണ്ടി മാത്രം സമയം ചിലവഴിക്കാതെ വണ്ണം ഉയരത്തിലേക്ക് ഉള്ള കാര്യങ്ങളെ കൂടെ ചിന്തിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി നമ്മെ നിലനിർത്താം. അങ്ങനെ ചെയ്താൽ വാസ്തവമായി നാം അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് പ്രാർത്ഥനയോടുകൂടെ, കർത്താവേ, ദിവസങ്ങളെ ഉയരത്തിലേക്കുള്ള കണ്ണുകളെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ ഉയർത്തിലേക്ക് മാത്രം ഞങ്ങളുടെ ശ്രദ്ധ പതിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന അങ്ങ് കേൾക്കുക. സ്തോത്രം. രക്ഷകൻ അൻപുള്ള നാഥ് കേൾക്കണം. നല്ല പിതാവേ, ആമേൻ, ആമേൻ.